2019-2024 സ്കീമിലെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ S3 കോർ പേപ്പറാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ മാനോമീറ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. So, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A simple manometer containing mercury is connected to a pipe in which specific gravity point A and having vacuum pressure is flowing. The other end of the manometer is open to atmosphere. Find the vacuum pressure in pipe if the difference of mercury level in the two limbs is 40 cm and the height of the fluid in the left from the center of pipe is 50 cm below. So, ആദ്യം ക്വസ്റ്റ്യൻ കണ്ട് ഫിഗർ വരയ്ക്കാൻ പറ്റണം. ക്വസ്റ്റ്യൻ വായിക്കാം. എ സിമ്പിൾ മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഇസ് കണക്റ്റഡ് ടു എ പൈപ്പ് ഇൻ വിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് 8. പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സിമ്പിൾ മാനോമീറ്റർ. ദെൻ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് ഇൻ വിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് 8 ആൻഡ് ഹാവിംഗ് വാക്വം പ്രഷർ ഇസ് ഫ്ലോയിങ്. സോ ദി അതർ എൻഡ് ഓഫ് ദ മാനോമീറ്റർ ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. മാനോമീറ്ററിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉള്ളതാണ്. ഓൺ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പൈപ്പ്, ദെൻ അതർ എൻഡ് open to atmosphere. So, കണ്ടുപിടിക്കാനുള്ളത് find the vacuum pressure in pipe if the difference of mercury level in the two limbs is 40 cm. So, mercury levelന്റെ height difference വന്നിട്ടുണ്ട് 40 cm. Then height of the fluid from the center of pipe. പൈപ്പിന്റെ സെന്ററിൽ നിന്നുമുള്ള ഫ്ലൂയിഡിന്റെ ഹൈറ്റ് 50 cm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിലുള്ള ഡേറ്റ പോലെ ഫിഗർ വരച്ചിട്ടുണ്ട്. മാനോമീറ്റർ ഉണ്ട്, ദെൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ മാനോമീറ്ററിന്റെ ഫിഗർ ആണ്. H1 ആയിട്ട് നമ്മൾ എന്തിന്റെ ഹൈറ്റ് എടുത്തു? സെന്റർ ഓഫ് പൈപ്പ് ടു ബോട്ടം 15 cm എടുത്തു. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.515 മീറ്റർ. ദെൻ H2 എന്ന് പറയുമ്പോൾ മെർക്കുറി ലെവലിന്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ്, വിച്ച് ഇസ് 40 cm, 0.4 മീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളതാണ്. S1 = 0.8 ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെച്ചേക്കണം, 30.6 ആണ്. ചില ക്വസ്റ്റനിൽ തരില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ, വിച്ച് ഇസ് 1000. 0.8 into 1000 ചെയ്യുമ്പോൾ 800 കിട്ടും. അതാണ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ദെൻ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എങ്ങനെ പറയാം? S2 into 1000. S2 എത്രയാ? 13.6. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 30.6 into 1000, which is equal to 13606. പൈപ്പിലെ ഫ്ലൂയിഡിന്റെ പ്രഷറിനെ നമ്മൾ P ആയിട്ട് എടുത്തു. ദെൻ ഡേറ്റം ലൈനിന് എബോവ് ആയിട്ടുള്ള പ്രഷേഴ്സിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ρ2gH2, അതായത് P is equal to ρgH. സോ ρ2gH2, G is constant, ബാക്കി രണ്ടെണ്ണം വേരിയബിൾ ആണ്. സോ പ്ലസ് ρ1gH1 പ്ലസ് P. സോ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഡേറ്റാസ് എല്ലാം ഇക്വേറ്റ് ചെയ്താൽ മതി. ρ2 എത്രയാ? 13.6 ഇൻറ്റു ജിയുടെ വാല്യൂ 9.81 ഇൻറ്റു H2 എത്രയാ? 0.4 മീറ്റർ പ്ലസ് ρ1 800 ഇൻറ്റു 9.81 ഇൻറ്റു 0.15. സോ ഇത് ഇക്വേറ്റ് ചെയ്തെടുക്കുമ്പോൾ -54543.6 Nm/m². നെഗറ്റീവ് വന്ന എങ്ങനെയാ? വാക്വം പ്രഷർ ആണല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 5.45 Nm/cm². സോ മീറ്റർ സ്ക്വയറിലും Nm/cm² ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. സോ ആദ്യം പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ച് എങ്ങനെ ഫിഗർ വരയ്ക്കാം എന്നാണ്. ഫിഗർ വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റൈറ്റ് ലിംബ് ഓഫ് എ സിമ്പിൾ U2 മാനോമീറ്റർ containing mercury is open to atmosphere, where the left limb is connected to a pipe in which a fluid of specific gravity 0.9 is flowing. The center of the pipe is 12 cm below the level of mercury in the right limb. Find the pressure of fluid in the pipe if the difference of mercury level in the two limbs is 20 cm. So question എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? Right limb of a simple U2 manometer containing mercury is open to atmosphere. So left limb is connected to pipe. പ്രഷർ കണ്ടുപിടിക്കേണ്ട പൈപ്പ് ലെഫ്റ്റ് ലിംബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലിംബ് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആണ്. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് നോക്കാം. The center of pipe is 12 cm below the level of mercury in the right limb. അതായത് പൈപ്പിന്റെ
സെന്റർ മുതൽ മെർക്കുറിയുടെ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഒരു ഹൈറ്റിനെ നമ്മൾ 12 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. ദെൻ ഫൈൻഡ് ദ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ്. പൈപ്പിലെ പ്രഷർ കണ്ടുപിടിക്കണം. ദെൻ ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ. മെർക്കുറി ലെവലിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് രണ്ട് ലിംസിന്റെ എത്ര? 20 സെന്റിമീറ്റർ. സോ ഈ H1 എങ്ങനെ കണ്ടുപിടിക്കും? ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുള്ള H1 എങ്ങനെ കിട്ടും? 20 സെന്റിമീറ്റർ മൈനസ് 12 സെന്റിമീറ്റർ, അതല്ലേ H1. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചാൽ മാത്രമേ നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരില്ല. സോ ഗിവൺ ഡേറ്റ എഴുതുമ്പം എന്തൊക്കെ വരും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. S1 = 0.9. സോ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ പറ്റും 0.9 × 1000 which is equal to 900 kg/m³. ദെൻ അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി തന്നിട്ടുണ്ട് 13.6. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എങ്ങനെ കണ്ടുപിടിക്കാം? 13.6 × 1000 which is equal to 13600 kg/m³. മെർക്കുറി ലെവലിന്റെ ഡിഫറൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.2. നമ്മൾ അതിനെ H2 എന്താണ് മാർക്ക് ചെയ്യുന്നത്? ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം AA, അതായത് AA ഡേറ്റം മുതൽ സെന്റർ ഓഫ് പൈപ്പ് വരെ എത്രയാണ്? H1 എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 12 - 20 - 12 which is equal to 8 സെന്റിമീറ്റർ ആണ്. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.08 മീറ്റർ. നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോവാം. ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? P പ്ലസ് ρ1, ഈ ഒരു ഹൈറ്റിൽ ഉണ്ടാവുന്ന പ്രഷർ അല്ലെ, അത് ρ1 G H1 ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ് എന്താണ്? ρ2 G H2. P പ്ലസ് ρ1 ചെയ്ത് വെച്ചേക്കാണ് 900 × 9.81 × H1 0.08 അല്ലെ. 20 - 12 0.08 മീറ്റർ. അതാണ് ഇവിടെ H1 ആയിട്ട് നമ്മൾ കൊടുത്തത്. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു ρ2 എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് 13600 kg/m³ ഇൻറ്റു ജിയുടെ വാല്യൂ 9.81. H2 എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, മെർക്കുറി ലെവലിന്റെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റു 0.2. സോ ഇത് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് 25977 Nm/m² ഓർ പാസ്കൽ. വാക്വം പ്രഷർ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് സൈൻ ഓർമ്മിക്കണം. ഇവിടെ നമുക്ക് പ്രഷർ ആണ് കണ്ടുപിടിക്കാനുള്ളത്, പൈപ്പിന്റെ പ്രഷറാണ് കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്ററിൽ 2 പഠിക്കാനുണ്ടായിരുന്നു, പീസോമീറ്ററും യൂട്യൂബ് മാനോമീറ്ററും. അതേപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ നിങ്ങളുടെ സിലബസിലുള്ളത് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ആണ്. സോ വാട്ട് ഈസ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ?